നമസ്കാരം. ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. ഇന്ന് ഞാൻ പറയുന്നത് തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രത്തിൻ്റെ 2026 നിങ്ങളുടെ വർഷഫലമാണ് പറയുന്നത്. നിങ്ങളുടെ ഗുണങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നന്മകൾ, തിന്മകൾ എല്ലാം പറയുന്ന ഒരു വീഡിയോ ആണിത്. തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് ആദ്യം ഞാൻ പറയുന്നത്. തിരുവാതിരയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് ചോതിയും ചതയവും. തിരുവാതിര, ചോതി, ചതയം. രാഹുർ ദശ ജനിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര, ചോതി, ചതയം. രാഹുർ 18 വർഷമാണ് രാഹുർ. അപ്പോൾ പിന്നെ പാദവ്യത്യാസം മൂലം രാഹുവിൻ്റെ അപഹാരം കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പം തിരുവാതിരയെ പറ്റി പറയാനാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലഭാവം ഈ വർഷം ഉണ്ട്. നല്ലൊരു അനുകൂലഭാവം ഉണ്ട്. വ്യാഴം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗുരു അഥവാ ബൃഹസ്പതി, ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഗുരുവായൂരപ്പൻ്റെ ഒക്കെ അനുഗ്രഹമുള്ള ദശയാണ് വ്യാഴദശ. ഏറ്റവും നല്ല ദശയാണ് വ്യാഴദശ. വ്യാഴവും ശുക്രനുമാണ് ഏറ്റവും നല്ല നമ്മുടെ നക്ഷത്രത്തിലെ ഏറ്റവും നല്ല ദശാഫലങ്ങൾ നമുക്കുണ്ടാകും. നല്ല സുഖാനുഭവങ്ങളും നല്ല നന്മകളും നമുക്ക് തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴവും ശുക്രനും ഒക്കെ. അപ്പം ഇത് വ്യാഴത്തിൻ്റെ ഒരു നല്ല, ഇവർക്കൊരു ദശയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർക്ക് മനസ്സന്തോഷമായ സുഖസമൃദ്ധിയെ, പണം കിട്ടാതിരിക്കുന്ന പണം തിരികെ കിട്ടാൻ ഉള്ള അനുഭവം ഉണ്ടാകും. പിന്നെ മുടങ്ങിക്കിടക്കുന്ന ജോലികളൊക്കെയും അവർക്ക് തിരികെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വിദേശ ജോലിക്കുള്ള ചാൻസുകൾ ഉണ്ടാകും. കുടുംബത്തിൽ ഐക്യം, സന്തോഷം, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഊഷ്മളത, ഇതൊക്കെ ഇവർക്ക് തിരുവാതിരക്കാർക്കുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം, വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പിന്നെ പകുതി ആകുമ്പോൾ കുറച്ചൊരു മൗഢ്യം ഇവർക്ക് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു വർഷത്തിൻ്റെ പകുതി ഭാഗമാകുമ്പോൾ പിന്നെ അങ്ങോട്ട് നീങ്ങി പോകും തോറും അത് മാറിയിട്ട് സുഖവും സന്തോഷവും അവർക്ക് സമ്പൽ സമൃദ്ധിയും ഒക്കെയും തന്നെ ഉണ്ടാകും. പിന്നെ അവർക്ക് എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടി അവർക്ക് ശിവാരാധന നടത്താം, ശിവഭജനം നടത്താം, ശിവസഹസ്രനാമം ജപിക്കാം. അതോടൊപ്പം തന്നെ രുദ്രാക്ഷമാല ഇവർക്ക് അണിയാം. പഞ്ചമുഖ രുദ്രാക്ഷമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുപോലെ ശിവന് ജലധാര നടത്തുന്നത് നല്ലതാണ്. ശനിയാഴ്ച തോറും ശിവഭജനം നടത്തുകയും കറുത്ത വസ്ത്രം അണിഞ്ഞ് ശിവനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം ശനീശ്വരായ നമ എന്ന നാമം ജപിച്ചുകൊണ്ട് ഇപ്പം ശനിയുടെ ഒരു അപഹാരം ഇവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ശനീശ്വരായ നമ എന്ന് ജപിച്ചുകൊണ്ട് അരയാലിന് 7 പ്രദക്ഷിണം വയ്ക്കുക, ഭഗവാനും 3 പ്രദക്ഷിണവും വയ്ക്കുക. അതോടൊപ്പം ഭഗവാന് ധാര കൊടുക്കാം, പുറകുവിളക്ക് കത്തിക്കാം, പിന്നെ കൂവളത്തുമാല സമർപ്പിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതുപോലെ അവിടെ ആ ശിവക്ഷേത്രത്തിൽ ഇരുന്ന് കുറച്ചു നേരം ജപിക്കാവുന്നതുമാണ്. ശിവസഹസ്രനാമം ജപിക്കാം. അല്ലെങ്കിൽ ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. അതാകുമ്പോൾ വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും ജപിക്കാം. ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പകുതി ആകുമ്പോഴൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇവർക്ക്. അത് നിങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ നീർദോഷങ്ങൾ, ഈ സൈനസൈറ്റിസ്, ജലദോഷം, ഈ നമ്മുടെ അലർജി സംബന്ധമായ അസുഖങ്ങൾ, തൊണ്ടയ്ക്ക്, ത്രോട്ട്, ഇയർ, നോസ്, ത്രോട്ട്, അങ്ങനെ സംബന്ധമായ ഓരോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. വലിയ രോഗമെന്ന് പറയാൻ പറ്റത്തില്ല. അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാതെയും ഒക്കെ ഒന്ന് നിങ്ങൾക്ക് മുൻകരുതൽ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശിവാരാധന നടത്തുക, അതാണ് ഇതിന് ഏറ്റവും പരിഹാര മാർഗം. ശിവ ആരാധന നടത്തുക, ശിവക്ഷേത്രത്തിൽ പോവുക, ശിവാരാധന നടത്തുക. എന്നിട്ട് ക്ഷേത്രത്തിൽ കുറച്ച് സമയം ചിലവഴിക്കുക. തൊഴുതിട്ട് ഓടിപ്പോകാതെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കുറച്ച് നേരം ഭഗവാനുമായിട്ട് കുറച്ച് നേരം മനസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ അനുഗ്രഹങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഈ കഷ്ടതയും ഈ കഷ്ടപ്പാടും ഈ ഞങ്ങളുടെ ദുരിതങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് പൊതുവെ പറയുവാണെങ്കിൽ നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് 2026 നല്ല അനുകൂല വർഷം തന്നെയാണ്. നിങ്ങൾക്ക് ജോലി നേടാനും, മുടങ്ങിപ്പോയ ജോലി ലഭിക്കുവാനും, മുടങ്ങിപ്പോയ സമ്പത്ത് കിട്ടാനും, അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹമുള്ള വർഷം തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഒരു ഈശ്വരാനുഗ്രഹം കൂടുതൽ നിങ്ങൾക്ക് നേടിയെടുത്താൽ മതി. നിങ്ങൾക്ക് വിജയപ്രദമായ അനുഗ്രഹങ്ങൾ തന്നെ ഉണ്ടാവുന്നതാണ്. അതാണ് എനിക്ക് തിരുവാതിരക്കാരെ പറ്റി പറയാനുള്ളത്. പിന്നെ ചോതിക്കാരെ പറ്റി പറയാനുള്ളത്, ചോതി എന്ന് പറഞ്ഞാൽ അവർക്കും കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഈ വർഷം നല്ല അനുഭവം തന്നെ ആയിരിക്കും. 2025 അത്ര നിങ്ങൾക്ക് മെച്ചമായ വർഷമായിരുന്നില്ല. അപ്പോൾ പക്ഷേ 26 നിങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോൾ ആ 25 ആ നിരാശ 26 നിങ്ങൾ പടർത്തണ്ട. അതുപോലാണ് ഈ വർഷമൊന്നും വിചാരിക്കേണ്ട. മാറ്റങ്ങൾ തന്നെയുള്ള വർഷമാണ് നിങ്ങൾക്ക്. ചോദിക്കാർക്ക് പൊതുവെ പറയുകയാണെങ്കിൽ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. പിന്നെ വിവാഹം ഇല്ല എന്നവർക്ക്, മുടങ്ങിയവർക്ക് വിവാഹം ഉണ്ടാകും. പിന്നെ കുട്ടികളില്ലാതിരുന്നവർക്ക് നല്ല സന്താനങ്ങളെ നിങ്ങൾക്ക് നല്ല ലഭിക്കാനുള്ള വർഷമാണ്. പിന്നെ പ്രണയ വിവാഹങ്ങൾ നടക്കാനുള്ള, പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രണയവിവാഹങ്ങളും നിങ്ങൾക്ക് നടക്കാനും നല്ലതാണ്. നിങ്ങൾക്ക് മുടങ്ങിപ്പോയ ധനങ്ങൾ കിട്ടുവാനും പൂർവിക സ്വത്തുകൾ ലഭിക്കുവാനും ഒക്കെ അനുഗ്രഹമായ വർഷം തന്നെയാണ് ഈ 2026.
ആരംഭ കാലം തന്നെ നല്ല തന്നെയാണ്. നിങ്ങൾക്ക് മധ്യകാലം വരുമ്പോൾ ഒരു ശകലം ഈ വർഷത്തിൻ്റെ മധ്യാരംഭത്തിൽ വരുമ്പോൾ ഒരു കുറച്ച് സ്ട്രെസ്സും സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും അത് വർഷം അവസാനം മാറും തോറും അത് മാറി തന്നെ വരും. പിന്നെ വിദേശത്ത് പോകുവാനും അല്ലെങ്കിൽ വിദേശ സുഹൃത്തുക്കളെ കാണുവാനും ഇഷ്ടജനങ്ങളോടും ബന്ധുക്കളോടൊപ്പം നിങ്ങൾക്ക് ഓണം അല്ലെങ്കിൽ വിശേഷ അവസരങ്ങൾ ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. വിവാഹിതരായ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് മക്കൾക്ക് ജോലി ലഭിക്കുവാനും അത് മുഖാന്തരം കുടുംബത്തിൽ നല്ല മനസ്സുഖം ഉണ്ടാകുവാനും ദമ്പതികൾ തമ്മിൽ ഐക്യതയും സ്നേഹം ഉണ്ടാകുവാനും ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാകുവാനും പ്രണയത്തിൽ ഊഷ്മളത വരുവാനും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ 2026 നിങ്ങളുടെ വർഷം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളും ഈ ശിവാരാധന നടത്തുന്നത് നല്ലതാണ്. ഈ ചോദ്യക്കാർ പിന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ ഭജന നടത്തുക, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവുക, അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമുണ്ട്, അവിടെ നിന്ന് പോവുക, ഇച്ഛയ്ക്കൊത്ത വഴിപാട് ഭഗവാന് ചെയ്യുക, സുബ്രഹ്മണ്യൻ്റെ നാമങ്ങൾ ജപിക്കുക, അതുപോലെ ശിവസഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. ശനിയാഴ്ച തോറും ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും ശിവന് ധാര ബില്വപത്രമാല അതായത് കൂവളത്തുമാല കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. പുറകെ വിളക്ക് കത്തിക്കുക. എന്തുകൊണ്ടും 2025 കഴിഞ്ഞ് മെച്ചമായ വർഷമാണ് 2026 തന്നെ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. പിന്നെ നിങ്ങൾ ദേവിയുടെ ആരാധന നടത്തുന്നത് നല്ലതാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പിന്നെ ഭദ്രകാളി അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭദ്രയുള്ള ക്ഷേത്രത്തിൽ ഒരു പായസം ദേവി അമ്മയ്ക്ക് കഴിപ്പിക്കുന്നത് നല്ലതാണ്. ഒരു ചെത്തിപ്പൂമാല കൊടുക്കുന്നത് നല്ലതാണ്. ചുവന്ന പൂക്കളുള്ള മാല എന്തെങ്കിലും ദേവി അമ്മയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം തടസ്സങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വളരെ ഉത്തമമാണ്. അപ്പം ശിവനും പാർവതിയും കൂടെയുള്ള ക്ഷേത്രത്തിലാണ് ഉത്തമമായിരിക്കും. അപ്പോൾ 2 പൂജകൾ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ചോദ്യക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഇനി ചതയ നക്ഷത്രത്തിൻ്റെയാണ് എനിക്ക് അടുത്ത പറയാനുള്ളത്. നമുക്ക് നോക്കാം. അപ്പം ചതയംകാർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ശനിയുടെ ഒരു അപഹാരം നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് കുടുംബത്തിൽ ഐക്യത കുറയും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഊഷ്മളതയില്ലാത്ത ബന്ധങ്ങൾ വരും. മക്കളുമായിട്ട് ഒരു അസ്വാരസ്യങ്ങളുണ്ടാകും. എല്ലാവരുമായിട്ടും കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസവും ഭിന്നതയുണ്ടാകും. ഈ ശനിയുടെ അപഹാരം ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ശനീശ്വരനെ ഭജിക്കണം. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക തന്നെ വേണം. 101 പ്രാവശ്യം ജപിക്കുന്നതാണ് ഉത്തമം. 11 പ്രാവശ്യം ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കിടക്കുന്ന ബെഡിലിരുന്ന് ശുദ്ധവൃത്തിയോടെ ജപിക്കണം എന്ന് മാത്രം. അത് ശനിയാഴ്ച ഏറ്റവും ഉത്തമം. കറുത്ത വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. അതോടൊപ്പം നിങ്ങൾ എള്ളുതിരിയിട്ട വിളക്ക് കത്തിക്കുക. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എള്ള് കത്തിക്കാവുന്നതാണ്. ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുന്ന ഏറ്റവും ഉത്തമമാണ്. അതേപോലെ ഗണപതിക്ക് കർഗയുടെ പൂജകളും കർഗഹോമവും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ ശനിയുടെ അപഹാരം ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, മനപ്രയാസം വരാം. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. മുഴുവനും വേദനയും വിഷമവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ശനിയുടെ അപഹാരം ഉള്ളതുകൊണ്ട് ശനിയുടെ നോട്ടം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ ഓരോ മനസ്സമാധാനക്കേട് നമുക്ക് വന്നു ചേരും. നമ്മൾ എന്തിനാ ഇത് മനസ്സമാധാനം എന്ന് പോലും നമുക്ക് കാരണം തേടി നമ്മൾ അലയേണ്ടതായിട്ട് വരും. അത്രയ്ക്കും നമ്മളെ കഷ്ടപ്പെടുത്തും ശനി എന്ന് പറഞ്ഞാൽ. അതെന്തായാലും അപഹാരം അനുഭവിച്ച് തന്നെ മതിയാവണം. അപ്പം നമുക്ക് അതിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ ശിവാരാധന തന്നെ, അല്ലെ ശനീശ്വരായ നമാന്ന് ജപിക്കണം. അത് ജപിച്ചാൽ വളരെ മാറ്റം നിങ്ങൾക്ക് വരും. കറുത്ത വസ്ത്രം അണിഞ്ഞ് നിങ്ങൾ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോകണം. എന്നിട്ട് അവിടെ തന്നെ ശാസ്താവിന് നിങ്ങൾ നീരാഞ്ജനം കഴിപ്പിക്കുക. അതോടൊപ്പം ശിവന് ജലധാര ചെയ്യുക, കൂവളത്തുമാല കൊടുക്കുക, പുറകോളൊക്കെ കത്തിക്കുക. എന്നിട്ട് എൻ്റെ ശനിയുടെ ദോഷം മാറ്റണേ ഭഗവാനെന്ന് പറയാം. നിങ്ങൾക്ക് തന്നെ വീട്ടിലെ എള്ളെണ്ണ തേച്ച് കുളിക്കുന്നതും വളരെ നല്ലതാണ്. ഈ സമയത്ത് എള്ളെണ്ണ തേച്ച് നിങ്ങൾ ശരീരത്തിൽ തേച്ച് കുളിച്ചാൽ നിങ്ങൾക്ക് ശനിയുടെ കുറച്ച് അപഹാരം മാറിക്കിട്ടും. പിന്നെ അതുപോലെ കറുത്ത എള്ളിൻ്റെ പായസം വെച്ച് നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയിട്ട് ഈ കാക്കയ്ക്കോ മറ്റുള്ള പക്ഷികൾക്കോ കൊടുക്കുന്നത് നല്ലതാണ്. എള്ളിട്ട ചോറ് വേണേലും കൊടുക്കാം. എള്ളിങ്ങനെ ചോറിനകത്ത് വിരകിയിട്ട് അത് പിതൃദോഷത്തിനും നമ്മൾ ചെയ്യാറുണ്ട്. ഈ ശനിദോഷത്തിനും ഈ കറുത്ത അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം ശിവനെ നിങ്ങൾ കൂടുതൽ ആരാധിക്കുക. ചില വലിയ മനുഷ്യരൊക്കെ ഇത് ശനിയുടെ വിഗ്രഹം ഉണ്ടാക്കും, ശനീശ്വരൻ്റെ. എന്നിട്ട് അതിനെ ആരാധിക്കുന്നതായി കണ്ടുവരാറുണ്ട്. അതൊക്കെ വലിയ ഒത്തിരി ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ അത് നിങ്ങളോട് ഉപദേശിക്കാത്തത്. അപ്പം ഏറ്റവും ഉത്തമമായിട്ട് പിന്നെ ശനിയുടെ അപഹാരം കുറയ്ക്കാൻ ശബരിമലയ്ക്ക് പോകുന്നത് നല്ലതാണ്. മാലയിട്ട് വ്രതം എടുത്തത് ഏറ്റവും നമുക്ക് എളുപ്പവഴിയിൽ 19 കൊല്ലമാണ് ശനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ അപഹാരം നമുക്ക് കുറച്ച് കിട്ടാനാണ് ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമുക്ക് ശനീശ്വരൻ്റെ മാറ്റം കിട്ടും. നമുക്ക് എളുപ്പവഴിയിൽ 19 കൊല്ലത്തെ കുറച്ച് കിട്ടാനായിട്ട് അത് ശബരിമലയ്ക്ക് പോയാൽ മാറ്റം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ, ഊഷ്മളതയില്ലായ്മ, മനപ്രയാസം ഇങ്ങനെയൊക്കെയും വരും ശനിയുടെ അപഹാരം കൊണ്ട്. എന്നാൽ മധ്യഭാഗം എത്തും തോറും കുറച്ച് മാറ്റങ്ങൾ വരും. എന്നാലും നീർദോഷം ഉണ്ടാകാം, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ വരാം, നടുവേദന, പുറം വേദന, ശരീരത്തിലാകെ വേദനകൾ വരാം, അസ്വസ്ഥതകൾ വരാം.
അങ്ങനെയൊക്കെയും അതാ ഈ ശനിയുടെ അപഹാരം ഉള്ളതുകൊണ്ടാണ് ഈ നീർദോഷങ്ങൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ വാതരോഗ പീഡകൾ, ഈ സൈനസൈറ്റിസ്, മൈഗ്രെയിന്, അലർജി സംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെ ഓരോന്നും അവരെ അലട്ടുന്നതായിട്ട് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ ശിവാരാധന കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. വീട്ടിലിരുന്ന് ശിവനെ പ്രാർത്ഥിച്ചാലും മതി. ഭഗവാനെ എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാന് അനുഗ്രഹം തരും. അതേപോലെ തന്നെ നിങ്ങൾ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് എന്തായാലും ഈ സമയത്ത് മനപ്രയാസം ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ നിങ്ങൾക്ക് ധനപരമായ ഉയർച്ച ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. പക്ഷെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന രീതികളിൽ കുറച്ച് ശ്രദ്ധ വേണം. അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ, അന്യാധീനപ്പെട്ടു പോകാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചാൻസുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം, പിടിപ്പോടെ ചെയ്യണം. ബിസിനസ്സിലും തൊഴിലിലും ഒക്കെ നിങ്ങൾ തൊഴിൽ മേഖലയിലും ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നൊരു വർഷമാണിത്. പിന്നെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെയും വരും. ശനിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മംഗളകർമ്മങ്ങൾ വരും, ഊഷ്മളമായ കാര്യങ്ങളൊക്കെയും വരും, മനസ്സന്തോഷങ്ങളൊക്കെയും നിങ്ങൾക്ക് വരും. ഈ പ്രാർത്ഥനയിൽ കൂടുതലായിരിക്കണം. അപ്പോൾ കൂടുതൽ മനസ്സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് 2026 ഗുണദോഷ സമ്മിശ്രമാണ് ഈ ചതയംകാർക്ക്. എന്നാലും ആരാധന കൊണ്ട്, ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഏത് അവസ്ഥകളിലും സാധിക്കുക. അതുപോലെ ദാനധർമ്മങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക, വൃദ്ധന്മാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഇച്ചിരി വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അനാഥാലയങ്ങളിൽ ഇച്ചിരി ഭക്ഷണത്തിന് പൈസ കൊടുക്കുക, ഇതൊക്കെ നമ്മൾ കൊണ്ട് പറ്റുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നമ്മുടെ പുണ്യപ്രവൃത്തിയിലൂടെ നമ്മുടെ ഗ്രഹപ്പഴകളെ മാറ്റാൻ നമുക്ക് ഒരു പരിധി വരെ സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് ഈ തിരുവാതിര, ചോതി, ചതയം എന്ന നക്ഷത്രക്കാരോട് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഒരു മിതത്വം പാലിക്കുകയും കോപം നിയന്ത്രിക്കുകയും ഒക്കെയും ചെയ്യുക. ഇതുപോലെ ഈശ്വരീയമായ അനുഗ്രഹത്തോടെ ഈശ്വര പ്രാർത്ഥനയോടെ ഇരിക്കുക. എല്ലാവർക്കും ഈ 2026 നല്ല വർഷമാകട്ടെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം പുണർദം, വിശാഖം, പൂരുട്ടാതി എന്നീ 3 നക്ഷത്രങ്ങളുമായി നമുക്ക് കാണാം. അവരുടെ 2026 വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പറയാം. അപ്പം അതുവരെ നന്ദി, നമസ്കാരം.